ഇനിയിപ്പോൾ വരാൻ പോകുന്ന LGS എക്സാമിനും LDC എക്സാമിനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട അന്താരാഷ്ട്ര സംഘടനകൾ എന്ന ഭാഗത്ത് നിന്നും സർവ്വരാജ്യ സഖ്യത്തെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്. സർവ്വരാജ്യ സഖ്യം നിലവിൽ വന്ന വർഷം 1920 ജനുവരി 10. ഇതിൻ്റെ ആസ്ഥാനം ജനീവയാണ്, സ്വിറ്റ്സർലാൻഡിലെ ജനീവ. ഇതിൻ്റെ സ്ഥാപക അംഗസംഖ്യ 42. ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് രൂപം കൊണ്ട ഒരു അന്താരാഷ്ട്ര സമാധാന സംഘടനയാണ് സർവ്വരാജ്യ സഖ്യം. രാഷ്ട്രങ്ങളുടെ സ്വയം നിർണയാവകാശം ഉറപ്പുവരുത്തിക്കൊണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ സമാധാനവും സുരക്ഷിതത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്ന സഖ്യമാണ് സർവ്വരാജ്യ സഖ്യം. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം രണ്ടാമതൊരു ലോക മഹായുദ്ധം ഉണ്ടാകാതെ തടയുക എന്നതായിരുന്നു. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ രൂപീകരണത്തിന് വഴിതെളിച്ച ഉടമ്പടി ഏതാണ്? ഉത്തരം വേഴ്സായി ഉടമ്പടിയാണ്. വേഴ്സായി ഉടമ്പടി 1919 വരുന്നത്. സർവ്വരാജ്യ സഖ്യം എന്ന ആശയം മുന്നോട്ട് വെച്ചത് വുഡ്രോ വിൽസൺ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. സർവ്വരാജ്യ സഖ്യം എന്ന ആശയം മുന്നോട്ട് വെച്ചത് വുഡ്രോ വിൽസൺ. അതിന് കാരണമായ ഉടമ്പടി വേഴ്സായി ഉടമ്പടി, 1919 വേഴ്സായി ഉടമ്പടി. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായ 14 നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചതും വുഡ്രോ വിൽസൺ ആണ്. 14 നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കപ്പെട്ട അന്താരാഷ്ട്ര സമ്മേളനം പാരീസ് സമ്മേളനം 1919 തന്നെ പാരീസ് സമ്മേളനത്തിൽ വെച്ചാണ് 14 നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത്. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ ഭരണഘടന എന്നറിയപ്പെടുന്നത് കവനന്റിനെയാണ്. അപ്പോൾ സർവ്വരാജ്യ സഖ്യത്തിൻ്റെ ഭരണഘടന കവനന്റ് ആണ്. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ നിയമസംഹിത ഒപ്പുവെക്കുന്നത് 1919 ജൂൺ 28. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ ആദ്യ സമ്മേളന വേദിയായിരുന്നത് പാരീസ് ആയിരുന്നു. 1920 ജനുവരി 16 പാരീസിൽ വെച്ച് സർവ്വരാജ്യ സഖ്യത്തിൻ്റെ ആദ്യ സമ്മേളനം നടക്കുന്നത്. ആദ്യ പൊതുസമ്മേളനം നടക്കുന്നത് 1920 നവംബർ 15 ജനീവയിൽ വെച്ചാണ്. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ പ്രഥമ സെക്രട്ടറി ജനറൽ ആയിരുന്നത് സർ ജെയിംസ് എറിക് ഡ്രമണ്ട് ആണ്. ഇംഗ്ലണ്ടുകാരനാണ്. അവസാനത്തേത് സീൻ ലെസ്റ്ററുമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് സർവ്വരാജ്യ സഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറൽ ആയിരുന്ന വ്യക്തി, അതായത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് സർവ്വരാജ്യ സഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറൽ ആയിരുന്നത് സീൻ ലെസ്റ്റർ ആണ്. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ പ്രധാന ഘടകങ്ങളായിരുന്നു സമിതി, സഭ, സെക്രട്ടേറിയറ്റ്. സർവ്വരാജ്യ സഖ്യം പിരിച്ചുവിട്ടത് 1946 ഏപ്രിൽ 20. ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്നും സർവ്വരാജ്യ സഖ്യത്തെ അറിയപ്പെടുന്നു.